പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ക ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് വസിയത്തുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 181 വചനമാണ്. 180 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂന ഇന്നല്ലാഹ സമീഉൻ അലീം. ഇതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കുവാനുള്ള മഹൽ വചനം. ഇവിടെ ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു. ഫമൻ ബദ്ദലഹു, ഇവിടെ ഫഉൽ ഫസീഹ എന്ന് പറയും. മൻ ഷർത്തിയ എന്നതിനെക്കുറിച്ച് പറയും. ബദ്ദലഹു, ബദ്ദല എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഗയ്യറ എന്നാണ്. ഗയ്യറ എന്ന് പറഞ്ഞാൽ മാറ്റം വരുത്തി. ഗയ്യറഹു, അതിനെ മാറ്റം വരുത്തി. മൻ ബദ്ദലഹു, വല്ലവരും അതിനെ മാറ്റം വരുത്തുകയായാൽ, അതാണ് മൻ ഷർത്തിയ എന്ന് പറയുന്നത്. അതിന് മുമ്പിൽ ഫ വന്നു, നമ്മൾ പറഞ്ഞു ഫഉൽ ഫസീഹ. എന്താ ഉദ്ദേശം? അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കും ഇദാ ഹദറ അഹദകുമുൽ മൗത്ത് ഇൻ തറക ഖൈറനിൽ വസിയ്യതു ലിൽ വാലിദൈനി വൽ അഖ്റബീന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞ് വസിയ്യത്തിനെ നിയമമാക്കി, നിർബന്ധമാക്കി, വിധിച്ചു, നിശ്ചയിച്ചു. അത് നിങ്ങൾ അറിഞ്ഞു, മനസ്സിലാക്കി. അതിൽ പിന്നെ മൻ ബദ്ദലഹു. അപ്പോൾ ഈ ഫ എന്നുള്ളത് ഒരു ആശയത്തെ അവിടെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ദ്യോതിപ്പിക്കാനാണ്. അത് ഈ ഫ പ്രയോഗിച്ചതിലൂടെ ആ ആശയം എന്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫഉൽ ഫസീഹ അതിനാണ് പ്രയോഗിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്തിനെ മഅറൂഫായിക്കൊണ്ട് നിയമമാക്കിയത് നിങ്ങൾ മനസ്സിലാക്കി. ഇനി മൻ ബദ്ദലഹു, ആരെങ്കിലും അതിനെ മാറ്റം വരുത്തിയാൽ, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഹു എന്നുള്ളത് മടങ്ങുന്നത് വസിയത്ത് ചെയ്യൽ, ഈസ എന്ന് പറയും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്തിനെ നിർബന്ധമാക്കിയത് ബിൽ മഅറൂഫ്, അൽ മഅറൂഫ് ആയിക്കൊണ്ടാണ്. അതുകൊണ്ട് ഫമൻ ബദ്ദലഹു, ആ മഅറൂഫായ വസിയത്തിനെ ആരെങ്കിലും മാറ്റം വരുത്തിയാൽ. ചിലർ പറഞ്ഞു വസിയത്ത് ചെയ്യുന്നവൻ്റെ ആ കലാം അല്ലെങ്കിൽ ഖൗൽ, വാക്ക്, അതാണ് അവിടെ ഉദ്ദേശം. അതിനെ വല്ലവരും മാറ്റം വരുത്തിയാൽ. ബഅദമാ സമിഅഹു, ബഅദമാ സമിഅഹു, മാ എന്ന് പറഞ്ഞാൽ മസ്ദരിയ എന്ന് പറയും. അതും അതിനെ തുടർന്ന് ക്രിയയും വന്നാൽ, ഇപ്പം മാ സമിഅ എന്ന് ക്രിയ വന്നു. അപ്പോൾ ക്രിയാധാതുവിൻ്റെ അർത്ഥത്തിൽ ബഅദ സമഇഹി എന്ന ആശയത്തിൽ, അത് കേട്ടതിന് ശേഷം. ബഅദമാ സമിഅഹു, ഈ ഈസ വസിയത്ത് ചെയ്യൽ കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ആ മഅറൂഫ് ആയ വസിയത്ത് അത് കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്യുന്നവൻ്റെ വാക്ക് അത് കേട്ടതിന് ശേഷം അതിനെ വല്ലവരും മാറ്റം വരുത്തിയാൽ, തബ്ദീൽ ചെയ്താൽ, തഗ്യീർ ചെയ്താൽ എന്താണ്? ഫഇന്നമാ ഇസ്മുഹു, അപ്പോൾ ഈ മൻ എന്നത് ശർത്തിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനൊരു ജവാബ് വേണം. വല്ലവരും മാറ്റം വരുത്തിയാൽ അപ്പോൾ ഇന്നമാ ഇസ്മുഹു, അതിൻ്റെ ഇസ്മ്, കുറ്റം, അലല്ലദീന യുബദ്ദിലൂനഹു, യാതൊരു കൂട്ടർ, അല്ലദീന അവർ ആരാണ്? യുബദ്ദിലൂനഹു, അതിനെ മാറ്റം വരുത്തുന്നവർ. യുബദ്ദിലൂനഹു, അവർ അതിനെ മാറ്റം വരുത്തും. അപ്പോൾ അതിനെ മാറ്റം വരുത്തുന്ന യാതൊരു കൂട്ടരുടെ മേൽ
ആകുന്നു അതിൻ്റെ കുറ്റം. അതിന് ഇന്നമ പ്രയോഗിച്ച് പ്രത്യേകപ്പെടുത്തി. അപ്പോൾ കുറ്റം മാറ്റം വരുത്തിയവർ ആരാണ്? അവരുടെ മേൽ പരിമിതമാണ്. അവർക്ക് മാത്രമാകുന്നു അതിൻ്റെ പാപഭാരം, കുറ്റം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇതിൽ നമുക്ക് കുറേ വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണത്? ഫമൻ ബദ്ദലഹു, വസിയത്ത് ചെയ്തതിനെ അല്ലെങ്കിൽ വസിയത്ത് ചെയ്യുന്നവൻ്റെ വാക്കിനെ അല്ലെങ്കിൽ വസിയത്താകുന്ന മഅറൂഫ് അതിനെ വല്ലവരും മാറ്റം വരുത്തിയാൽ ആരാണ് ആ വല്ലവൻ? അതൊന്നുകിൽ വസിയത്ത് ചെയ്തവൻ്റെ വലിയ ഉത്തരവാദികളാകാം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്തവൻ്റെ വസിയ്യാകാം, അല്ലെങ്കിൽ വസിയത്ത് ചെയ്തതിന് ഷഹീദ്, സാക്ഷികളുണ്ടാവുമല്ലോ, ആ സാക്ഷികളാകാം, അല്ലെങ്കിൽ വസിയത്തുമായി ബന്ധപ്പെട്ട ആളുകൾ. അതിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, വസിയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ 5 റുക്നുകളാണ്, അവിഭാജ്യ ഘടകങ്ങൾ. അതിൽ ഒന്ന് അൽ മൂസി, സാഹിബുൽ വസിയ, വസിയത്ത് ചെയ്ത വ്യക്തി. 2 അൽ മൂസ ലഹു, വസിയത്ത് കൊണ്ട് ഉപകരിക്കുന്നവൻ, വസിയത്തിൻ്റെ ഗുണഭോക്താവ്. ആർക്കാണോ വസിയത്ത് ചെയ്തത്, അതുകൊണ്ട് ആരാണോ ഉപകരിക്കുന്നത്, മുതലെടുക്കുന്നത്, അയാളാണ് അൽ മൂസ ലഹു. പിന്നെ അൽ മൂസ ബിഹി, എന്തൊരു വസ്തു കൊണ്ടാണോ വസിയത്ത്, അല്ലെങ്കിൽ എന്തൊരു കാര്യം കൊണ്ടാണോ വസിയത്ത്, അതാണ് അൽ മൂസ ബിഹി. അഷൈഉൽ മുസ്തഫാദു മിൻഹു എന്നാണ്. വസിയത്തിലൂടെ ഉപകരിക്കുവാൻ എന്തൊരു വസ്തുവാണോ, എന്തൊരു കാര്യമാണോ, അതാണ് അൽ മൂസ ബിഹി. പിന്നെ അൽ മൂസ ഇലൈഹി, അതാണ് നമ്മൾ പറഞ്ഞ വസിയ്യ്. വസിയത്ത് നടപ്പിലാക്കാൻ അതിൻ്റെ കാര്യദർശി, അല്ലെങ്കിൽ വസിയത്ത് നടപ്പിലാക്കുന്ന ആൾ. അതൊന്നുകിൽ ഈ വസിയത്ത് ചെയ്തവൻ്റെ ഏതെങ്കിലും ആളുകളാകാം, അല്ലെങ്കിൽ ഒരു ഖാദിയാകാം, അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാകാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയാകാം. അൽ മൂസ ഇലൈഹി അൽ ഖായിമു ബി തൻഫീദിൽ വസിയ, വസിയത്ത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തമുള്ളവൻ. 5-ാമത്തേത് അസീഗത്തു, വസിയത്തിൽ പ്രയോഗിക്കപ്പെട്ട പദപ്രയോഗങ്ങൾ. വസിയത്ത് ചെയ്തപ്പോൾ അതിന് പ്രയോഗിക്കപ്പെട്ട പദപ്രയോഗങ്ങൾ, അതാണ് അസീഗ. ഈ 5 കാര്യങ്ങൾ വസിയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. വസിയത്ത് ചെയ്തവൻ എന്ത് ചെയ്യുക? തൻ്റെ വസിയത്തിൽ മാറ്റം വരുത്താം. മരിക്കണീന് മുമ്പ് അയാൾക്ക് താൻ ചെയ്ത വസിയത്ത്, ഒരാൾ തൻ്റെ സ്വത്തിൻ്റെ 4/1 വസിയത്ത് ചെയ്തിരുന്നു. അയാൾക്ക് വേണമെങ്കിൽ ഈ വസിയത്തിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ 4/1 അത് 5/1 ചുരുക്കാം. തൻ്റെ വസിയത്തിൽ അയാൾക്ക് മാറ്റം വരുത്താം. എന്നാൽ ആയത്ത് പ്രതിപാദിക്കുന്ന വിഷയം ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു എന്നുള്ളത് മൂസിയുടെ വസിയത്ത് ചെയ്ത ആളുടെ മാറ്റം വരുത്തലല്ല. പിന്നെയോ വസിയത്തിൻ്റെ വിഷയത്തിൽ ഈ മൂസിയുടെ വലിയ വസിയത്ത് ചെയ്ത ആളുടെ വലിയ പിതാവ്, മക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ, ഇങ്ങനെ തുടങ്ങി അയാളുടെ ഔലിയാക്കൾ, രക്ഷാധികാരികൾ, അവർ, അല്ലെങ്കിൽ മൂസ ലഹു, ആർക്കാണോ ഇയാൾ വസിയത്ത് ചെയ്തത് ആ വ്യക്തി തനിക്ക് ഏറെ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വസിയത്തിൽ മാറ്റം വരുത്തുക. ഒരു വേള അയാളുടെ കയ്യിലായിരിക്കാം ഈ വസിയത്തിൻ്റെ പകർപ്പുള്ളത്, വസിയത്തിനെ കുറിച്ചുള്ള അറിവുള്ളത്, അയാൾ അതിൽ മാറ്റം വരുത്തുക, അങ്ങനെ വരാം. അല്ലെങ്കിൽ അൽ മൂസ ഇലൈഹി, വസിയത്ത് നടപ്പിലാക്കേണ്ട ആൾ, വസിയ്യ്, മാറ്റം വരുത്തുക. അല്ലെങ്കിൽ സാക്ഷി, നമ്മൾ പറഞ്ഞല്ലോ സാക്ഷികളെ നിർത്തണം. അഥവാ അതിലിമ്മിൻകും, നീതിമാന്മാരായ 2 പേരെ, ആ സാക്ഷികൾ
അവർ മാറ്റം വരുത്തുക. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ ബദ്ദലഹു, ആരെങ്കിലും അതിനെ തബ്ദീൽ ചെയ്താൽ, മാറ്റം വരുത്തിയാൽ എന്നാണ്. മൻ എന്നുള്ളത് അത് ആമായൊരു പ്രയോഗമാണ്. ആരൊക്കെ അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അവരൊക്കെ ഉദ്ദേശമാണ്. തബ്ദീൽ എങ്ങനെയാണ്? ഈ തഗ്യീർ, മാറ്റമുണ്ടാക്കൽ എങ്ങനെയാണ്? അത് ഈ വസിയ്യത്തിൽ ഒന്നുകിൽ അത് തടഞ്ഞുകൊണ്ടാകാം, അൽ മൻഅ, അല്ലെങ്കിൽ അതിൽ അന്നഖ്സ്, കുറവ് വരുത്തിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അസിയാദ, അതിൽ ഏറെ ആക്കിക്കൊണ്ടാകാം, അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചു കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ഈ സാക്ഷ്യം മൂടി വച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ അതിൻ്റെ വസിയത്തിൻ്റെ രീതി അതിൽ മാറ്റം വരുത്തിക്കൊണ്ടാകാം. അതിൻ്റെ സിഫത്തിനെ തബ്ദീലു സിഫ, ഇങ്ങനെയൊക്കെ ആകാം. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു, വസിയത്തിൻ്റെ വചനം അല്ലെങ്കിൽ വസിയത്തിൻ്റെ ആ സീഗ, പ്രയോഗം, അല്ലെങ്കിൽ വസിയത്താകുന്ന ആ മഅറൂഫ്, അത് ഒരാൾ മാറ്റം വരുത്തിയാൽ എന്ന് പറഞ്ഞാൽ അത് തരൂല, കൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് അതിനെ തടയുക, അതതിൽ മാറ്റം വരുത്തലാണ്. അല്ലെങ്കിൽ അന്നഖ്സ്, വസിയത്ത് ചെയ്ത മൂസി ഇത്ര അളവാണ് വസിയത്ത് ചെയ്തത്, അത് ശറഅ് സമ്മതിച്ച അളവാണ്, 1/3 കൂടിയാൽ അല്ലെങ്കിൽ അതിന് താഴെ ആ അളവ് നിർണീതാണ്. പക്ഷേ അതെന്ത് ചെയ്തു? ഈ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അവരിൽ ചിലർ, അവരിൽ ഒരാൾ അത് കുറക്കുക, ഇത്രത്തോനെ വസിയത്ത് ചെയ്തിട്ടില്ല, ഇത്ര ഉള്ളൂ എന്ന് കുറക്കുക. അല്ലെങ്കിൽ അസിയാദ, വസിയത്ത് ചെയ്തത് ഒരു ഇന്ന അളവിലാണ്, അത് പറയല്ല ഇത്ര അളവ്, ഇതിനേക്കാൾ കൂടുതൽ അളവുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വസിയത്തിൽ മാറ്റം വരുത്തുക. അല്ലെങ്കിൽ എന്തു ചെയ്യുക? വസിയത്തിനെ നിരാകരിക്കുക, നിഷേധിക്കുക. അങ്ങനെ ഒരു വസിയത്തേ ഇല്ല, മൂപ്പർ അങ്ങനെ ഒരു വസിയത്ത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുക, നിരാകരിക്കുക. അല്ലെങ്കിൽ സാക്ഷികൾ, അവർക്കാണ് അറിയുക വസിയത്ത് ചെയ്തത്, അവർ സാക്ഷ്യം തങ്ങളുടേത് മൂടി വയ്ക്കുക, സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായി, അപ്പോൾ എന്തു ചെയ്യുക? അവർ സാക്ഷ്യം തമസ്കരിക്കുക, മൂടുക, എന്നിട്ട് അവകാശിയുടെ അവകാശം ഹനിക്കുക. അല്ലെങ്കിൽ തബ്ദീലു സിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വസിയത്ത് ചെയ്ത ആൾ മൂസി, അയാൾ ഒരു പ്രത്യേക രീതിയിലാണ് വസിയത്ത് ചെയ്തിട്ടുള്ളത്. ഒന്നുകിൽ ഒരു പ്രത്യേക വസ്തു, അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലം, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം, ഇങ്ങനെയാണ് വസിയത്ത് ചെയ്ത്. അതിനെന്ത് ചെയ്യുക? അതിൻ്റെ ആ പ്രത്യേകത, വിശേഷണം, അത് മാറ്റം വരുത്തുക. അപ്പോൾ വസിയത്തിലൂടെ നൽകാൻ എന്താണ് തീരുമാനിച്ചത് അത് അർഹന് നിഷേധിക്കപ്പെടും. അപ്പോൾ അളവ് തെറ്റി, അല്ലെങ്കിൽ വസ്തു തെറ്റി, വിശേഷണം തെറ്റിയൊക്കെ വസിയത്ത് ചെയ്ത ആളുടെ ഉദ്ദേശത്തിന് വിപരീതമായി, വ്യത്യസ്തമായിട്ടായിരിക്കും പിന്നെ വസിയത്ത് നടപ്പിലാക്കേണ്ടാകുക. ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞതൊക്കെയും തബ്ദീലിൽപ്പെടും. ഫമൻ ബദ്ദലഹു, വല്ലവരും ഇങ്ങനെ തഗ്യീർ, തബ്ദീൽ ചെയ്താൽ, അതാണ് ബഅദമാ സമിഅഹു, ഈ വചനം കേട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ ഒരു വസിയത്താകുന്ന മഅറൂഫ് ശർഈയായി അറിയിക്കപ്പെട്ടത്, അംഗീകരിക്കപ്പെട്ടത്, അതിന് ആരെങ്കിലും മാറ്റം വരുത്തിയാൽ, അത് കേട്ടതിന് ശേഷം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കേട്ടതിന് ശേഷം എന്നാണ് പറഞ്ഞത്. സമിഅഹു, വസിയത്ത് മൊഴിയൽ മാത്രമല്ല, പിന്നെയോ വസിയത്ത് എഴുതിക്കൊണ്ടുണ്ട്,
വസിയ്യത്ത് സാക്ഷികളെ നിശ്ചയിച്ച് അവരോട് ഓതിക്കൊണ്ടുണ്ട്. വസിയ്യത്ത് പല നിലക്കുണ്ട്. പക്ഷേ ഇവിടെ വസിയ്യത്ത് മൊഴിയുന്നതിനെയാണ് പറഞ്ഞത്. അതാണല്ലോ കേൾക്കുക. അപ്പോൾ അതെന്തുകൊണ്ട്? ഈ മാറ്റം വരുത്തുന്നവർ തങ്ങൾ മാറ്റം വരുത്തുന്നത് എത്ര ഗൗരവപ്പെട്ട ഒരു കുറ്റമാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ്. താൻ തൻ്റെ കാതുകൊണ്ട് നേരിട്ട് കേട്ടത് ഒരാൾ മാറ്റം വരുത്തുകയായാൽ അയാളതിന് സാക്ഷിയാണ്, അയാളത് കേട്ടറിവുള്ളവനാണ്, കേട്ടുകൊണ്ട് അതിന് സാക്ഷിയായി അത് ബോധ്യപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു സംഗതിയാണ് മാറ്റം വരുത്തുന്നത്. അത്ര ഗൗരവമുള്ള വിഷയമാണ് വസിയത്തിൽ മാറ്റം വരുത്തുന്നത് എന്നുള്ളതാണ്. ഒരാൾ നീ എഴുതിയത് മാറ്റം വരുത്തിയാലും രേഖപ്പെടുത്തിയത് മാറ്റം വരുത്തിയാലും സാക്ഷികളുടെ വിഷയത്തിൽ സ്വാധീനം ചെലുത്തി മാറ്റം വരുത്തിയാലുമൊക്കെ തങ്ങൾ മാറ്റം വരുത്തുന്നത് താൻ നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട ഒരു സംഗതി അത് മാറ്റം വരുത്തുന്നത് പോലെയാണ് എന്ന് വായിക്കാനാണ് ഈ ശൈലി പറഞ്ഞത്. മാത്രമല്ല, അന്ന് കാലങ്ങളിൽ പൊതുവെ വസിയ്യത്തിൻ്റെ സ്വഭാവം വസിയ്യത്ത് രേഖപ്പെടുത്തുക എന്നുള്ളതല്ല. രേഖപ്പെടുത്താനുള്ള മാധ്യമങ്ങൾ തുലം പരിമിതമായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും വസിയ്യത്ത് മൊഴിയലായിരുന്നു, അതിന് സാക്ഷി വെക്കലായിരുന്നു. അതുകൊണ്ട് അന്ന് വസിയ്യത്ത് ചെയ്യുന്നവൻ, അതേപോലെ തന്നെ വസിയ്യത്തിന് സാക്ഷിയാകുന്നവൻ, ആർക്കാണോ വസിയ്യത്ത് അവരൊക്കെ കേട്ടുകൊണ്ടുള്ള, വസിയ്യത്ത് ചെയ്യുന്നവൻ മൊഴിഞ്ഞുകൊണ്ടുള്ള വസിയ്യത്തായിരുന്നു സാർവത്രികമായിട്ട് എഴുതുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അതിന് ഉദാഹരണം നമുക്കിവിടെ ഇൻഷാ അല്ലാഹ് വായിക്കാം. ഏതായാലും താൻ നേരിട്ട് കേട്ട വസിയ്യത്ത്, തനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട വസിയ്യത്ത്, അത് കേട്ടതിന് ശേഷം അതിൽ മാറ്റം വരുത്തുന്നവൻ, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു, അതിൻ്റെ കുറ്റം അതിൽ മാറ്റം വരുത്തുന്നവൻ ആരോ അവരുടെ മേൽ പരിമിതമാണ്, മാത്രമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇന്നമ എന്നാണ് പ്രയോഗിച്ചത്. കുറ്റം ചെയ്തവനാരോ അവൻ്റെ മേലാണ് കുറ്റം. നമ്മൾ ഇവിടെ വസിയത്ത് ചെയ്ത ആളെക്കുറിച്ച് പറഞ്ഞാൽ മൂസി, അയാൾ മരണത്തേരിലേറി പരലോകയാത്രയിലായി. അയാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുറ്റവുമില്ല. നമ്മുടെ ദീനിൽ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അയാൾ അധ്വാനിച്ചതെന്തോ അതാണുള്ളത്. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളും മറ്റൊരാളുടെ പാപഭാരം പേറേണ്ടി വരില്ല എന്നുള്ളതല്ലേ ദീനിൻ്റെ അടിസ്ഥാനം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്തവർക്ക് മാത്രമാണ് അതിൻ്റെ പാപഭാരം ഇസ്മുഹു എന്നാണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ കോർവയിൽ മൻ ബദ്ദലഹു, ഹു എന്ന ദമീർ വന്നു സർവനാമം. ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു. ബദ്ദലഹു, സമിഅഹു, ഇസ്മുഹു, യുബദ്ദിലൂനഹു. ഇവിടൊക്കെ ഈ ഹു എന്നുള്ള ദമീറുകൾ അത് വസിയത്ത് നിർവഹിക്കൽ, ഈസാ, അല്ലെങ്കിൽ വസിയത്ത് നിർവഹിച്ചവൻ്റെ വാക്ക്, അല്ലെങ്കിൽ മഅറൂഫായ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്തിനെ നിർബന്ധമാക്കിയത്. ആ മഅറൂഫ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സർവനാമങ്ങളൊക്കെ. ആ മഅറൂഫിനെ അല്ലെങ്കിൽ ആ വസിയത്ത് ചെയ്യലിനെ, ആ വാക്കിനെ മാറ്റിമറിക്കുന്നവൻ, ആ വസിയത്ത് നിർവഹിക്കലിനെ അല്ലെങ്കിൽ ആ വാക്കിനെ അല്ലെങ്കിൽ ആ മഅറൂഫിനെ കേട്ടതിന് ശേഷം അപ്പോൾ ഇസ്മുഹു, ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ വസിയത്ത് നിർവഹിക്കുന്നതിൻ്റെ ആ മഅറൂഫിൻ്റെ മാറ്റം വരുത്തലിനുള്ള പാപം, അല്ലദീന യുബദ്ദിലൂനഹു, അതിനെ, ആ വസിയത്ത് നിർവഹിക്കലിനെ അല്ലെങ്കിൽ ആ മഅറൂഫിനെ അല്ലെങ്കിൽ ആ വാക്കിനെ മാറ്റം വരുത്തിയവർ അല്ലെങ്കിൽ വരുത്തുന്നവർ. ഇതാണ് ഈ സർവനാമങ്ങൾ 4 വന്നതിൻ്റെ ഉദ്ദേശമായി
തഫ്സീറുകളിലുള്ളത്. ഞാൻ പറഞ്ഞു വസിയ്യത്ത് അത് മൊഴിയലാണ്, സാക്ഷിയെ വെച്ചിട്ട്. അന്ന് കാലങ്ങളിൽ അതായിരുന്നു സാധാരണയായി. മരണാസന്നനായി മരണത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആളുകൾ സാധാരണ വസിയ്യത്ത് മൊഴിയലായിരുന്നു. നമ്മൾ പറഞ്ഞ വസിയ്യത്തിൽ അസീഗ, അതിലെ പദപ്രയോഗങ്ങൾ, വസിയ്യത്ത് മൊഴിയൽ പൊതുവിൽ അങ്ങനെയായിരുന്നു. പക്ഷേ വസിയ്യത്ത് എഴുതുന്ന, രേഖപ്പെടുത്തുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ഇവിടെ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാനൂ യഫ്തതിഹൂൻ, അവർ തുടങ്ങുമായിരുന്നു എന്നാണ്. അവല വസായാഹും, അവരുടെ വസിയത്തിൻ്റെ തുടക്കം. കാനൂ യഫ്തതിഹൂൻ എന്ന് പറഞ്ഞാൽ അവർ തുടങ്ങുമായിരുന്നു, പറഞ്ഞാൽ സഹാബികൾ തുടങ്ങുമായിരുന്നു അവരുടെ വസിയത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ ഔസ ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നയാളുടെ മകൻ ഇന്നയാൾ വസിയത്ത് ചെയ്യുന്നതാകുന്നു ഇത്. ഔസ അൻ യഷ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന സ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വ അന്ന അല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. എന്നിട്ട് പിന്നെ ആ വസിയത്ത് ഇതേ പ്രയോഗങ്ങൾ തുടങ്ങിയിട്ട് وأوصى من ترك بعده من أهله أن يتقوا الله حق تقاته وأن يصلحوا ذات بينهم ويطيعوا الله ورسوله إن كانوا مؤمنين وأوصاهم بما أوصى به إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. എന്നിട്ട് وأوصى إن حدث به حدث من وجعه هذا, രോഗഗ്രസ്തമായ അവസ്ഥയിലാണല്ലോ. അപ്പോൾ താൻ ഈ രോഗഗ്രസ്തമായ അവസ്ഥയിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വസിയത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഈ ആമുഖം നൽകിയതിന് ശേഷമായിരുന്നു അന്ന ഹാജത്തഹു കെദാ വ കെദാ, തനിക്ക് വസിയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നതാകുന്നു ഇന്നതാകുന്നു എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തിരുന്നത് എന്നാണ്. അപ്പോൾ പിന്നെ വസിയത്ത് രേഖാമൂലം ഉണ്ടായിരുന്നു, കിതാബത്തിലൂടെ എഴുതിക്കൊണ്ടുണ്ടായിരുന്നു. സഹാബികൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അതേപോലെ അബൂദർദ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു വസിയത്ത്, ഹാദാ മാ ഷഹിദ ബിഹി യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ യുഅ്മിനു ബില്ലാഹി വ യക്ഫുറു ബിത്താഗൂതി അലാ ദാലിക യഹ്യ ഇൻഷാ അല്ലാഹ് വ യമൂതു വ യുബ്അസ് വ ഔസാ ഫീമാ റസഖഹു അല്ലാഹു ഫീമാ തറക് ഇൻ ഹദസ ബിഹി ഹദസുൻ വ ഹുവ കദാ വ കദാ ഇല്ലം യുഗയ്യിർ ഷൈഅൻ മിമ്മാ ഫി ഹാദിഹിൽ വസിയ്യ. ഈ ഒരു ആമുഖത്തോടു കൂടി തുടങ്ങും. എന്നിട്ട് അള്ളാഹു തനിക്ക് ഉപജീവനം മേകിയതിൽ ഔസാ ഫീമാ റസഖഹുല്ലാഹ്, അദ്ദേഹം നിർവഹിക്കുന്ന വസിയ്യത്ത്, ഫിമാ തറക് ഇൻ ഹദസ ബിഹി ഹദസുൻ, തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താൻ വിട്ടയച്ചതിൽ, അത് വഹുവ കദാ വ കദാ, ഇന്നിന്ന കാര്യങ്ങളാണ് വസിയ്യത്ത്. ഇല്ലം യുഗയ്യിർ ഷൈഅൻ മിമ്മാ ഫി ഹാദിഹിൽ വസിയ്യ, ഈ വസിയ്യത്തിൽ ഒരു മാറ്റവും താൻ വരുത്തിയിട്ടില്ല എങ്കിൽ, വസിയ്യത്ത് ചെയ്യുന്ന അൽ മൂസി വരുത്തിയിട്ടില്ല എങ്കിൽ വസിയ്യത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ വസിയ്യത്ത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഫത്വയുടെ വിഷയത്തിൽ അൽ ഫതാവ അൽ ആലംഗീരിയ, ഔറംഗസേബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൽപ്പനയാൽ പണ്ഡിതന്മാർ ക്രോഡീകരിച്ച ഫത്വകൾ, അൽ ഫതാവ അൽ ഹിന്ദിയ എന്ന പേരിൽ വിശ്രുതമായ ഫത്വ സമാഹാരം, ഹനഫി ഫിഖ് പ്രകാരമാണ് അൽ ഫതാവ അൽ ആലംഗീരിയ അല്ലെങ്കിൽ അൽ ഫതാവ അൽ ഹിന്ദിയ. അതിൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിക്കൊടുത്ത ഒരു വസിയത്തിൻ്റെ വചനമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മാ ഔസാ ബിഹി ഫുലാൻ ഇബ്നു ഫുലാൻ വഹുവ യഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലം യലിദ് വലം യൂലദ് വലം യത്തഖിദ് സാഹിബതൻ വലാ വലദ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക്കി വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ വഹുവൽ കബീറുൽ മുതആൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വസിയത്തിൻ്റെ സീഗ, അതിൻ്റെ കൂർവ, ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണത് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവസാനത്തിൽ പിന്നെ ഈ വസിയത്തുമായി ബന്ധപ്പെട്ടുള്ളതായ പിന്നെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.
വഖദ് ജഅല ഫുലാനും ഫുലാനൻ വസിയ്യഹു ഫി ജമീ ഉമൂരിഹി ബഅദ വഫാത്തിഹി ഫഖബില ഫുലാനുൽ വസിയ്യത മിൻഹു മുവാജഹതൻ ഷഹിദ ശുഹൂദു അലൈഹി ബിദാലിക എന്നൊക്കെ പറഞ്ഞിട്ട് വസിയ്യത്തിൻ്റെ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ ഉണർത്തിക്കൊണ്ടുള്ളതായൊരു വസിയ്യത്ത്. ഞാനത് ഇവിടെ വിശദീകരിച്ച് വിവരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് വസിയ്യത്തിൽ അതിൻ്റെ സീഗ എഴുതിക്കൊണ്ട് ഉള്ള വസിയ്യത്തും പൂർവികർ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. വേറെയും ഇതല്ലാതെ വേറെയും വസിയ്യത്തുകൾ ഫിഖ് കിതാബുകളിലും അതേപോലെ മറ്റും ഒക്കെ ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. ഞാനിത് കൊണ്ടുവന്നത് വസിയ്യത്ത് മൊഴിഞ്ഞുകൊണ്ടുണ്ട്. അതായിരുന്നു കൂടുതൽ, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലെ രേഖപ്പെടുത്താനുള്ള വസ്തുവകകളുടെ പരിമിതി കാരണത്താൽ. അതാണിവിടെ ബഅദമാ സമിഅഹു എന്ന് പ്രയോഗിച്ചതിൻ്റെ യുക്തി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ വസിയ്യത്ത് മൊഴിഞ്ഞുകൊണ്ട് മാത്രമല്ല രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടുമുള്ള വസിയ്യത്തുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ കേൾപ്പിച്ചു. എന്തിന്? ഈ തബ്ദീൽ കേട്ടതിൽ മാത്രമല്ല രേഖപ്പെടുത്തിയതിലും ഒക്കെ ബാധകമായിട്ടുള്ള ഒരു ഹുക്കുമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇത് അതിശക്തമായ ഒരു താക്കീതാണ്, ഒരു മുന്നറിയിപ്പാണ്. മാത്രമല്ല ഈ അവസാനം ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അള്ളാഹു സമീഉൻ സസൂക്ഷ്മം കേൾക്കുന്നവനാണ്, അലീമുൻ സസൂക്ഷ്മം അറിയുന്നവനുമാണ് എന്നാണ്. ആരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സസൂക്ഷ്മം കേൾക്കുന്നവൻ ഇവിടെ പറഞ്ഞത്? വസിയത്ത് ചെയ്തവനെ അള്ളാഹു കേൾക്കും. അതേപോലെ തന്നെ വസിയത്ത് ചെയ്തവൻ്റെ നീയത്ത്, ഉദ്ദേശം, അത് അള്ളാഹു സുബ്ഹാനഹു വതആല അലീം, അറിയും സൂക്ഷ്മമായി. അതേപോലെ ആരെങ്കിലും വസിയ്യത്തിൽ തബ്ദീൽ തഗ്യീർ നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെയും അള്ളാഹു സസൂക്ഷ്മം കേൾക്കും. അവൻ്റെ ഉദ്ദേശവും അള്ളാഹു സുബ്ഹാനഹു വതആല സസൂക്ഷ്മം അറിയും. സമീഉൻ അലീം. മാറ്റം വരുത്തുന്നവർക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഇന്നല്ലാഹ സമീഉൻ അലീം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മാറ്റം വരുത്തൽ അത് കേൾക്കുകയും സൂക്ഷ്മമായി അറിയുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ആ മാറ്റം വരുന്നത് കരുതണം, സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് ഈ ഇന്നല്ലാഹ സമീഉൻ അലീം എന്നതിൽ വഅദും ഉണ്ട് വഈദും ഉണ്ട്. എന്താ വഅദ്, എന്താ വഈദ്? വഅദ് വഅദുൻ ഹസനാണ്, നല്ല വാഗ്ദാനം. അത് വസിയ്യത്ത് ചെയ്തവർക്ക്. അള്ളാഹു സുബ്ഹാനഹു വതആല വസിയ്യത്ത് ചെയ്തവനെ കേൾക്കും, അവൻ്റെ നീയത്ത് അറിയും. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല പ്രതിഫലം കനിയും. അള്ളാഹു സുബ്ഹാനഹു വതആല വസിയ്യത്തിൽ മാറ്റം വരുത്തിയവൻ അവനെ കേൾക്കുകയും അവനെ അറിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവന് അതിശക്തമായ താക്കീതും മുന്നറിയിപ്പുമുണ്ട്. അവൻ്റെ പാപം, അതിൻ്റെ ഭാരം അവൻ്റെ മുതുകിൽ അവൻ പേറേണ്ടി വരും. ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂനഹു ഇന്നല്ലാഹ സമീഉൻ അലീം. ഇതാണ് ആയത്തിൻ്റെ തഫ്സീർ. ഈ ആയത്ത് ഇങ്ങനെ അവസാനിപ്പിച്ചതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് വഅദാണ്, വസിയത്ത് ചെയ്യുന്നവർക്കുള്ള സുന്ദരമായ വാഗ്ദാനം. വസിയത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രയോഗം നോക്കൂ. ഇന്നല്ലാഹ തസദ്ദഖ അലൈക്കും ഇൻദ വഫാത്തിക്കും ബിസുലൂസി അംവാലിക്കും സിയാദത്തൻ ലക്കും ഫി അമാലിക്കും. നിങ്ങളുടെ മരണവേളയിൽ നിങ്ങളുടെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് സംസ്കരണമായി നിശ്ചയിച്ചുകൊണ്ടും, കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി, കർമ്മങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി, അതിൽ വല്ല കളങ്കമോ പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ സ്വത്തിൻ്റെ 1/3 വസിയ്യത്തിലൂടെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് അവകാശം തന്നു എന്നാണ്. അപ്പോൾ വസിയ്യത്ത് ചെയ്യുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കർമ്മങ്ങൾ, അതിൽ വർധനവ്, കർമ്മങ്ങൾക്ക് ശുദ്ധിയും സംസ്കരണവും ഇതൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് വഅദ്. മാറ്റം വരുത്തുന്നവർക്കോ അവർക്കുള്ള
അപായ സൂചന, അപകട അറിയിപ്പ്, അതും ഈ ഒരു ഭാഗം അറിയിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു വസിയത്ത് ചെയ്യുന്നതിൻ്റെ ഹുക്കുമിനെ കുറിച്ച്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് വസിയത്ത് നിർവഹിക്കുക എന്നുള്ളത് പുണ്യമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. മന്ദൂബ് എന്ന് പറഞ്ഞാൽ ഒരാൾ വസിയത്ത് ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കുറ്റമല്ല, പക്ഷേ വസിയത്ത് ചെയ്യാൻ പ്രതിഫലാർഹമായ വിഷയമാണ്. അതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. എന്നാൽ പണ്ഡിതന്മാരിൽ അതാ ഇബ്നു അബി റബാഹ്, ഇബ്നു ഷിഹാബിൻ സുഹ്രി, അബൂ മിജ്ലസ്, അതേപോലെ തൽഹ ഇബ്നു മുസറിഫ്, ഇങ്ങനെയുള്ള താബിഈങ്ങൾ, ദാവൂദ് ബാഹിരിയെ പോലുള്ള, അതേപോലെ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയെ പോലുള്ള ഇമാമുമാർ, അബു അവാന അൽ ഇസ്ഫറൈനിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇബ്നു ജരീർ തബരി എന്ന മുഫസ്സിർ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖദീമായ ഖൗല് ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്നത്, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫതഹുൽ ബാരിയിൽ ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം വസിയത്ത് ചെയ്യൽ വാജിബാണ് എന്നാണ്, നിർബന്ധം എന്നാണ്. അതിനവർ തെളിവ് പിടിച്ചത് ഈ വചനം കൂടിയാണ്. ഫമൻ ബദ്ദലഹു ബഅദമാ സമിഅഹു ഫഇന്നമാ ഇസ്മുഹു അലല്ലദീന യുബദ്ദിലൂന. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവത്തിലാണ് തബ്ദീലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ കേവലം ഒരു ഐച്ഛിക കർമ്മമായിരുന്നുവെങ്കിൽ ഇത്ര ഗൗരവം കാണുമായിരുന്നില്ല എന്നാണ് ഈ വിഭാഗം പണ്ഡിതന്മാർ ഇതുകൊണ്ട് തെളിവ് പിടിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ ഇന്ന് 181 വചനമാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് 182 വചനം അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.